Respected cardamom planters, இப்போ உள்ள காலாவஸ்தை இஸ் பெஸ்ட், குட் കണ്ടീഷൻ. നല്ല പൂ എടുത്തിട്ട് പിഞ്ചു പിടിക്കുന്ന സമയം. ബട്ട് എൻ്റെ തോട്ടത്തിലും അങ്ങനെ ഇല്ല. പല ആൾക്കാർ തോട്ടത്തിൽ പൂ എടുക്കുന്നില്ല, പിഞ്ചു പിടിക്കുന്നില്ല. ഈ ഫിസേരിയം പോലെ കംപ്ലീറ്റ്ലി പുതുച്ചരം പഴയ സരം മൊത്തം പുതു സെറ്റിംഗ് ഇല്ലാതെ കിടക്ക്. ഈ റൗണ്ട് കായെടുത്താൽ മൊത്തം തീരുവ. ഇത് പല ആൾക്കാരുടെ അവസ്ഥ. ഇത് ശരിയാക്കാനായിട്ട് ഞാൻ മെത്തേഡ് പറയാൻ പോവാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡിൽ ഞാൻ ആ ട്രയൽ ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പം പറയാൻ പോകുന്നുണ്ട്. ഫസ്റ്റ്, നമുക്ക് இந்த மாதிரி ஒரு ஃபிசேரியம் அஃபெக்ட் ஆன ഇത് കംപ്ലീറ്റ് ഏറിലുള്ള ഈ ഫിസേരിയം ആക്ഷിബോറത്തിൻ്റെ ഒരു പ്രശ്നം. ഇതുകൊണ്ട് പൂ എടുക്കുന്നില്ല. പൂ എടുക്കാതെ കാരണം ആ ഫംഗസിൻ്റെ അറ്റാക്ക്. ഒരു സറത്തിക്ക് ഒരു പൂ ഇല്ല, ചെടിക്ക് 10 പൂ 15 പൂ അത്രയേ ഉള്ളൂ. ബട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഫംഗസ് മാറണം. അതോട് ഈ ത്രിപ്സ് പൂച്ചയുടെ ദാസ്തി തൊന്തരവുമുണ്ട്. ഈ ബോറർ കംപ്ലീറ്റ്ലി പ്രശ്നമില്ല. ഈ ത്രിപ്സിൻ്റെ പ്രശ്നം നമുക്ക് ഈ പൂ എടുക്ക ഈ നാവ് വിരിയാനായിട്ട് ഒരു ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ത്രിപ്സ് കൺട്രോൾ ആക്കിയിട്ട് ഈ ഫിസേരിയം കൺട്രോൾ ആക്കണം. ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ഈ ത്രിപ്സ് കൺട്രോൾ ആക്കാനായിട്ട് നോവ കമ്പനിയുടെ സ്നൈപ്പർ 150 to 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചാൽ കംപ്ലീറ്റ്ലി ഈ ത്രിപ്സ് മൊത്തം കൺട്രോൾ. ത്രിപ്സ് മാത്രമല്ല, ഈ ചക്കിംഗ് പെസ്റ്റ്, മൈറ്റ്സ്, വൈറ്റ് ഫ്ലൈസ് ഫുൾ കൺട്രോൾ கிடைக்கும். 100% കൺട്രോൾ. അതോട് ഈ മ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് ഫംഗിസൈഡ്, റെസിനോലിക് ആസിഡ് എൻറിച്ച്ഡ് ചെയ്ത ഒരു പൗഡർ. ഈ പൗഡർ 200 ലിറ്റർക്ക് 400 ഗ്രാം മിനിമം. കൂടുതൽ എഫക്റ്റ് കൊണ്ട് 500 ഗ്രാം വരെ നമുക്ക് ചേർക്കാം. സോ ഒരു സ്പ്രെഡർ, നല്ല പെനിട്രേഷൻ ആകുന്ന ഒരു സ്പ്രെഡർ, എംസിൽ ഗോൾഡിന് ഒരു സ്പ്രെഡർ ഉണ്ട്. അത് അടിപൊളി റിസൾട്ട് ഉണ്ട്. സോ ഈ മ്യൂട്ട് 400 ഗ്രാം, ഈ സ്നൈപ്പർ 200 ml, എംസിൽ ഗോൾഡ് വന്നിട്ട് നമുക്കൊരു 30 മില്ലി ചേർത്ത് കംപ്ലീറ്റ്ലി കുളിപ്പിച്ച് ചെടിക്ക് ഒരു 2 ലിറ്റർ കിട്ടുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്യണം. ഇതുപോലെ സ്പ്രേ ചെയ്തിട്ടാൽ നമുക്ക് ത്രിപ്സ് തൊന്തരവ്, ഈ ബാക്ടീരിയൽ ഡിസീസിൻ്റെ തൊന്തരവ് കംപ്ലീറ്റ്ലി മാറും. ഈ ഫിസേരിയം കംപ്ലീറ്റ്ലി മാറും. ഇതിനടുത്ത് നമുക്ക് ഒരു ഫോളിയർ സ്പ്രേ. ഈ ഫോളിയർ സ്പ്രേ ഫോസ്ഫറസ് കൂടിയ പ്രോഡക്റ്റ് നമുക്ക് എടുക്കുക. 10 54 10 അതുകൂടെ ട്രേഡ് എലിമെൻറ്റ്സ് ചേർന്ന ഒരു സാധനമുണ്ട്. 10 54 10 ഇത് 1 കിലോ. പിന്നെ നമുക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ് ഒരു പൊട്ടാസ് കൂടിയ ഒരു ഡയമണ്ട് പ്രോഡക്റ്റ്. അത് പേരും ഡയമണ്ട്, റിസൾട്ടും ഡയമണ്ട് தான். അത് ഒരു 300 ഗ്രാം. അപ്പോൾ 10 54 10 1 കിലോ, ഈ ഡയമണ്ട് 300 ഗ്രാം. ഇത് കൂടെ നമുക്ക് ജിങ്ക് 33% സെലക്റ്റഡ് ജിങ്ക് 100 ഗ്രാം, ബോറാൻ 100 ഗ്രാം, അതുകൂടെ സൂപ്പർ 7 8 9 അങ്ങനെ പറഞ്ഞ ഒരു മൈക്രോ ന്യൂട്രിയൻസ്, സെലക്റ്റഡ് മൈക്രോ ന്യൂട്രിയൻസ് ഭയങ്കര റിസൾട്ട് ഉണ്ട്. അത് 100 ഗ്രാം. ഇത് കൂടെ F2 ആർ ഫുൾഫിൽ അങ്ങനെ പറഞ്ഞ ടോണിക് ഉണ്ട്. ഫുൾഫിൽ, ഈ ഫുൾഫിൽ ഫോർ ക്ലോറോഫ്യൂറോൺ அந்த കെമിക്കൽ കലർന്ന ഒരു സാധനം. ഇത് നേരത്തെ F2 ഒരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ അഡ്വാൻസാ ഈ ഫുൾഫിൽ. അപ്പോൾ ഈ ഫുൾഫിൽ ചേർത്ത ആൾക്കാർ F2 ചേർക്കുക, F2 നേരത്തെ അടിച്ച ആൾ ഈ ഫുൾഫിൽ ചേർക്കുക. അങ്ങനെ ഈ കോമ്പിനേഷനിൽ കംപ്ലീറ്റ് കുളിപ്പിച്ച് ഒരു 4 ലിറ്റർ വച്ച് ഏക്കർക്ക് ഒരു 7 കുത്തി 8 കുത്തി 200 ലിറ്റർ വെള്ളത്തിൽ അടിച്ച കംപ്ലീറ്റ് മൊത്തം പൂക്കൾ, പിഞ്ച് സെറ്റിംഗ് പക്ക, ഭയങ്കര പിഞ്ചാവും. 12 ദിവസത്തിന് ഒരു കാ, കറക്റ്റ് 30 ദിവസത്തിൽ നമുക്ക് 2 to 3 കാ വരെ ഫുൾ സെറ്റിങ്സ്. അതിൽ എന്താ മാറ്റം കിടயாது. സോ ഇതും ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ അടിവളമായിട്ട് ഇപ്പോൾ പൊട്ടാസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അളുകൾ സീനം നിറയെ ആൾക്കാർക്ക് മാറിയിട്ടില്ല. സോ ഫംഗസ് പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് ഗ്ലൂട്ടാമിക് ആസിഡ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു NPK, കാൽസ്യം മാഗ്നീഷ്യം സൾഫർ ആൻഡ് മൈക്രോന്യൂട്രിയൻസ് കലർന്ന ഒരു ഗ്രാനുവൽസ് ഉണ്ട്. അത് ഗൂഗ്ലി
ആ ഗൂഗിളി നമുക്ക് 100 ഗ്രാം വെച്ചിട്ട് ചെടിക്ക് സൂട് അകത്തേക്ക് മാത്രം വാരിയിട്ടാൽ മതി. ഇതിലുള്ള NPK, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ ആൻഡ് മൈക്രോന്യൂട്രിയൻസ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ഇതെല്ലാം ചേരുമ്പോൾ കംപ്ലീറ്റ്ലി സ്ട്രെസ് റിലീസ് ആവുന്നുണ്ട്, NPK കിട്ടുന്നുണ്ട്, ചെടിക്ക് കൂടുതൽ സിമ്പ് അടിക്കാനായിട്ട്, സിമ്പ് ഉണ്ടാകാനായിട്ട് ഈ ഗൂഗിളി ഭയങ്കര സപ്പോർട്ടഡ്. സോ ഈ ട്രീറ്റ്മെൻറ്റ് മാത്രം ഈ സെപ്റ്റംബർ മാസത്തിൽ ചെയ്തിട്ട് സെറ്റിങ്ങും സിമ്പ് ഉണ്ടാക്കുക ആൻഡ് ഈ ഫിസേരിയം പ്രശ്നയിലിരുന്ന് കംപ്ലീറ്റ് മാറുക. ഇത് ചെയ്തിട്ട് രക്ഷപ്പെടുക, ഉണ്ടാക്കുക. അങ്ങനെ ഓർത്ത് ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡൻ പ്ലാന്റേഴ്സ്. താങ്ക് യു.